ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശബരിമലയിലെ സ്വർണ്ണ ദ്വാരപാലക വിഗ്രഹപാളിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ സർക്കാരിനെതിരെ നടക്കുന്നുണ്ട്. അതായത് സ്വർണം ചെമ്പായി, അതെങ്ങനെയാണ്, സ്വർണം എവിടെ പോയി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പലരും പറയുന്നുണ്ട്, ശ്രീകോവിലിനകത്തുള്ള അയ്യപ്പ വിഗ്രഹം അത് പന്തളം രാജാവ് സ്ഥാപിച്ച അയ്യപ്പ വിഗ്രഹം തന്നെയാണോ, അതോ അതും എടുത്തുകൊണ്ട് പോയിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനായി വച്ചിരിക്കുന്നതാണോ? കാരണം ദേവസ്വം ബോർഡാണ്, കക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ്. ദൈവങ്ങളുടെ സ്വത്ത് വിഴുങ്ങാൻ ഒരു മടിയുമില്ലാത്ത നാറികളാണ് ഇവരൊക്കെ. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അയ്യപ്പൻ തന്നെയാണോ എന്നുള്ളത് പരിശോധിക്കണം എന്ന് വരെ കേരളത്തിലെ ഭക്തർ പറഞ്ഞു തുടങ്ങിയ ഒരു സമയത്താണ് ഭക്തരുടെ വിശ്വാസത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത്. അതായത് അയ്യപ്പൻ്റെ യോഗദണ്ഡം മുക്കിയിരിക്കുന്നു അല്ലെങ്കിൽ മോഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ യോഗദണ്ഡം എന്ന് പറയുന്നത് നിസ്സാരമായ ഒന്നല്ല. ഈ നട തുറക്കുന്ന സമയത്ത് മുഴുവൻ ഭസ്മം പൂശി യോഗദണ്ഡ് കയ്യിൽ വച്ച് രുദ്രാക്ഷമാല അണിഞ്ഞ ഒരു അയ്യപ്പനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വൈകിട്ട് പൂജകളൊക്കെ കഴിഞ്ഞ് നട അടയ്ക്കാറാകുമ്പോഴും മുഴുവൻ ഭസ്മം പൂശി പിന്നെ യോഗദണ്ഡ് കയ്യിൽ പിടിച്ച് രുദ്രാക്ഷമാല അണിഞ്ഞിരിക്കുന്ന ഒരു അയ്യപ്പനെ, അതായത് അയ്യപ്പനെ യോഗനിദ്രയിലേക്ക് വിടുന്നു എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം. ഒരു സന്യാസിയായ അയ്യപ്പൻ രുദ്രാക്ഷമാലയും യോഗദണ്ഡൊക്കെ പിടിച്ച ഒരു സന്യാസിയായി അദ്ദേഹം യോഗനിദ്രയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സങ്കല്പം. ഈ പിന്നെ യോഗദണ്ഡ് എന്ന് പറയുന്നത് പന്തളം രാജാവ് അദ്ദേഹം ഇത് പുനഃപ്രതിഷ്ഠ നടത്തിയ സമയത്ത് ഈ യോഗദണ്ഡ് വെള്ളിയിലുള്ള യോഗദണ്ഡാണിത്. ഈ വെള്ളിയിലുള്ള യോഗദണ്ഡം ഏകമുദ്ര രുദ്രാക്ഷം അതും വെള്ളിയിലുള്ളതാണ്. ഇത് രണ്ടും വെള്ളിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്രയും വലിയ മൂല്യമുള്ളതാണ്. അതായത് ശ്രീകോവിലിൽ അയ്യപ്പൻ എത്ര മൂല്യമുണ്ടോ അതുപോലെ മൂല്യമുള്ളത് തന്നെയാണ് ഈ യോഗദണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും മൂല്യമുള്ള, അത്രത്തോളം ഭക്തർ പിന്നെ എന്താ പറയുക, വലിയ വിലപ്പെട്ട് കാണുന്ന ഒരു യോഗദണ്ഡ് അല്ലെങ്കിൽ അയ്യപ്പൻ്റെ കയ്യിലിരിക്കുന്ന ആ യോഗദണ്ഡ് അത് മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അവിടെ ഇരിക്കുന്ന അയ്യപ്പനാണോ എന്നുള്ളത് ഹിന്ദു വിശ്വാസികൾ മുഴുവൻ ഇനി പിന്നെ പരിശോധിക്കേണ്ട കാര്യമാണ്. അതായത് ഈ 2018 ഈ യോഗദണ്ഡം ഈ ഏകമുഖ രുദ്രാക്ഷവും സ്വർണം ഭൂഷണം എന്ന് പറഞ്ഞിട്ട് അന്ന് പത്മകുമാർ ആയിരുന്നു ദേവസ്വം പ്രസിഡന്റ്. പത്മകുമാർ അത്തരത്തിൽ സ്വർണം ഭൂഷണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിക്കുന്നു. അപ്പോൾ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് പറയുന്നു ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് അവർക്ക് ഭിന്ന അഭിപ്രായമാണ്, ഇപ്പോൾ സ്വർണം പൂശേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഇരിക്കേണ്ടിടത്ത് തന്നെ ഇരുന്നോട്ടെ. കാരണം കക്കാൻ ഇവന്മാരൊക്കെ മിടുക്കരാണ് എന്ന് കോടതിക്ക് തന്നെ കൃത്യബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം കോടതി പറഞ്ഞു തൽക്കാലം അത് തൊടണ്ട, അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന്. പക്ഷേ കോടതിയുടെ വാക്കിന് പോലും പുല്ലുവില കൽപ്പിച്ചു. ഒന്ന് കേൾക്കണം. കോടതി പറഞ്ഞതുകൊണ്ട് മാത്രം സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാനായി തുനിഞ്ഞിറങ്ങിയ ഒരു സർക്കാർ കോടതിയുടെ വാക്കിന് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ വെള്ളിയുടെ യോഗദണ്ഡ് അയ്യപ്പനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്വാമിയെ ശരണമയ്യപ്പ എന്ന് നമ്മൾ ആ ശ്രീകോവിൽ നോക്കി വിളിക്കുമ്പോൾ അയ്യപ്പൻ്റെ കയ്യിലുള്ള സ്വർണ്ണദണ്ഡം യോഗദണ്ഡം, അയ്യപ്പൻ്റെ കയ്യിലുള്ള വെള്ളിയുടെ യോഗദണ്ഡം ഏകമുഖ രുദ്രാക്ഷവും ഈ അയ്യപ്പനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിനെ ഹൈക്കോടതിയുടെ വാക്കിന് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇത് സ്വർണം പൂശാനായി കൊണ്ടുപോകുന്നു. അതിന് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മകന് ജോലി കിട്ടിയപ്പോൾ ഇദ്ദേഹം ആ യോഗദണ്ഡ് സ്വർണം പൂശാമെന്ന് പ്രാർത്ഥിച്ചു. അതാണ് കോടതിക്ക് പോലും വില കൽപ്പിക്കാതെ ഇദ്ദേഹം യോഗദണ്ഡ് സ്വർണം പൂശാനായി കൊണ്ടുപോയതെന്നാണ്. ഈ സ്വർണം പൂശാനായി കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ തൂക്കത്തിൻ്റെയോ പൗരാണികതയോ കുറിച്ച് ദേവസ്വം രജിസ്റ്ററിൽ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിൽ കൃത്യമായി ബോധിപ്പിച്ചിട്ടില്ല. തിരിച്ചിത് കൊണ്ടുവരുമ്പോഴും ഇത് ദേവസ്വത്തിൻ്റെ കണക്കിലോ ദേവസ്വം രജിസ്റ്ററിലോ ഇത് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ ജന്മഭൂമിയാണ് ആദ്യം ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. പിന്നീട് മാധ്യമങ്ങൾ ഇതിൻ്റെ വസ്തുത മനസ്സിലാക്കി മാധ്യമങ്ങളെല്ലാം തന്നെ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. കോടതി പറഞ്ഞിരിക്കുകയാണ് ഇത് സ്വർണം പൂശേണ്ടതിൻ്റെ ആവശ്യകതയില്ല, അത് വെള്ളിയായി തന്നെ ഇരുന്നാൽ മതി എന്ന് ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡിൻ്റെ ബെഞ്ച് നിരസിച്ച ഒരു കാര്യം പത്മകുമാർ എങ്ങനെയാണ് കോടതിയുടെ വാക്കിന് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട്
അത് സ്വർണം പൂശാനായി കൊടുത്തത്. ഇനി കൊണ്ടുപോയ വെള്ളി യോഗദണ്ഡ് തന്നെയാണോ തിരിച്ചെത്തിയത്, അല്ലെങ്കിൽ കൊണ്ടുപോയ യോഗദണ്ഡ് അത് വിറ്റ് കാശാക്കിയോ, ഇനി ഡ്യൂപ്ലിക്കേറ്റ് യോഗദണ്ഡാണോ അയ്യപ്പന്റെ അടുത്തിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കണം. നാളെ ഇതിന്ന് പിടിക്കപ്പെടാതിരുന്നു എങ്കിൽ നാളെ അയ്യപ്പനെയും ഇവർ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. അയ്യപ്പനെ പോലും അതിൻ്റെ അകത്ത് ഇവർ വച്ചിരിക്കില്ല എന്നുള്ളതാണ്. പണം കുമിഞ്ഞുകൂടിയപ്പോൾ, വിശ്വാസികളുടെ പണം കുമിഞ്ഞുകൂടിയപ്പോൾ, തലയ്ക്കകത്ത് ഭ്രാന്ത് പിടിച്ച പണം കണ്ട് മഞ്ഞളിച്ച കുറെ ആളുകൾ, ദൈവത്തെ പോലും വിഴുങ്ങാൻ മടിയില്ലാത്തവന്മാർ, ദൈവത്തിൻ്റെ ഓരോ സ്വത്തുക്കൾ, അത് പന്തളം രാജാവ് മകനായി കാണുന്ന, അയ്യപ്പനെ മകനായി കാണുന്ന ആളാണ്, കൊട്ടാരമാണ് പന്തളം കൊട്ടാരം. ആ പന്തളം കൊട്ടാരം പ്രതിഷ്ഠ നടത്തിയപ്പോൾ വച്ച വെള്ളിയുടെ യോഗദണ്ഡാണ് സ്വർണം പൂശാൻ എന്ന പേരിൽ എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുവന്നത്. അതാണോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുന്നത്. ഇപ്പോൾ കോടതി ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അതായത് കോടതി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം ശനിയാഴ്ച ആരംഭിക്കുമെന്നാണ്. അതായത് അയ്യന്റെ മുതൽ ഇനി പൊന്നിന് ഒരൊറ്റൊരുത്തന് കക്കാൻ കഴിയില്ല. എത്രയൊക്കെയുണ്ട്, ഏതൊക്കെയുണ്ട്, അത് എങ്ങനെയാണ് വകമാറ്റിയത്, എങ്ങനെയാണ് ചിലവാക്കിയത് എന്നൊക്കെയുള്ളതിൻ്റെ കണക്കുകൾ കൃത്യമായി ബോധ്യപ്പെടാൻ ഹൈക്കോടതി നിർദ്ദേശിച്ച ആള് ശനിയാഴ്ച അവിടെ എത്തുമെന്നാണ്. നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥരുടെ സേവനം സർക്കാർ വിട്ടു നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് വെള്ളിയാഴ്ച അറിയിക്കണം എന്നാണ് കോടതിയുടെ കൽപ്പന. സംസ്ഥാന സർക്കാർ നിലപാട് അറിഞ്ഞതിന് ശേഷമായിരിക്കും അന്വേഷണ സംഘം തുടർ നടപടികൾ ആലോചിക്കുക. എന്നാൽ സഭയിൽ ഇന്നും ഈ ഒരു വിഷയവും പറഞ്ഞ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ തമ്മിലടിയും പ്രശ്നങ്ങളുമാണ്. പക്ഷേ ഈ തമ്മിലടിയും പ്രശ്നങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അയ്യപ്പൻ്റെ വെള്ളി ദണ്ഡ്, അയ്യപ്പൻ്റെ ഏകമുദ്ര രുദ്രാക്ഷം വെള്ളിയിലുള്ളത്, ദ്വാരപാലകരുടെ 39 കിലോഗ്രാം തൂക്കമുള്ള സ്വർണം, ഇതൊക്കെ ആരെവിടെ എങ്ങനെ കൊണ്ടുപോയി എന്നതിന് ഒരു കണക്കുമില്ല എന്നുള്ളതാണ്. പത്മകുമാർ വാ തുറക്കുന്നില്ല. പ്രശാന്ത് പറയുന്നു എനിക്കറിയില്ല, ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ആരാണ് ഇത് കൊണ്ടുപോയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിലും ബന്ധമുണ്ടോ? ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അയ്യപ്പന്റെ യോഗദണ്ഡ് വരെ എടുത്ത് കൊണ്ടുപോയി വിൽക്കാൻ ഉത്തരവാദിത്വം നൽകിയത് ആരാണ്? അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അയ്യപ്പനെ തന്നെ വിറ്റ് തിന്നാനുള്ള രീതിയിലേക്ക് പോയത്? ഇവിടെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള ധൈര്യമാണോ ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇത്രത്തോളം പണം അപഹരിക്കാനും ക്ഷേത്രങ്ങളുടെ വസ്തുവകകൾ വിറ്റ് ദൂർത്തടിക്കാനും നിങ്ങളുടെയൊക്കെ കുടുംബം രക്ഷപ്പെടാനും കുടുംബത്തിലെ മക്കളെയും മരുമക്കളെയും ലക്ഷക്കണക്കിന് വസ്തുക്കൾ വാങ്ങിക്കൂട്ടാനും വീടുകൾ വാങ്ങിക്കൂട്ടാനും നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? അയ്യപ്പന്റെ മുതൽ തൊട്ട ഒരൊറ്റ എണ്ണത്തിനെയും കോടതി വെറുതെ വിടില്ല എന്ന് നീയൊക്കെ ചെവിയിൽ നുള്ളി വെച്ചോ. യോഗദണ്ഡിന് എന്ത് സംഭവിച്ചു? അവിടെ ഇരിക്കുന്നത് യഥാർത്ഥ അയ്യപ്പ വിഗ്രഹമാണോ? അതും കൂടി കോടതി പരിശോധിക്കണം എന്നുള്ളതാണ് ഈ വിശ്വാസ സമൂഹത്തിന്റെ ആവശ്യം.